നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ LDFിൻ്റെയും CPMൻ്റെയും അടിത്തറ അങ്ങ് വല്ലാണ്ട് ഇളകിയിരിക്കുന്നു എന്നാണ്. അടിത്തറ ഇളകിയെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഗതി പിടിക്കാത്ത തരത്തിൽ നമ്മുടെ CPMൻ്റെയും LDFിൻ്റെയും ഒക്കെ അടിത്തറ ഇളകി കഴിഞ്ഞിരിക്കുന്നു. CPI ഭയങ്കര പ്രശ്നത്തിലാണ്. CPIയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് CPM. ഈ ഒരു പ്രസ്താവന നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPMൻ്റെ അടിത്തറ ഇളകിയിരിക്കുകയാണോ? അല്ല എന്നാണ് തോന്നുന്നത്. ഇനി CPIയെ വിഴുങ്ങുകയാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിലിൻ്റെ പിന്നിൽ എന്താണ്? അപ്പോൾ അങ്ങനെ ഒരു പറച്ചിലിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശൻ പിന്നീട് പറയുന്നതിനെയാണ് നമ്മൾ അതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്. UDF അടിത്തറ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നു. അതായത് മുന്നണികളെ അല്ലെങ്കിൽ ഘടകകക്ഷികളെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാണ് വി ഡി സതീശൻ്റെ അടുത്ത ഒരു വരി എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വി ഡി സതീശൻ പറയുന്ന കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. LDFിൻ്റെയും CPMൻ്റെയും അടിത്തറ ഇളകിയിരിക്കുന്നു. CPIയെ CPM തിന്നുകൊണ്ടിരിക്കുന്നു. CPIയെ പതുക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹം വി ഡി സതീശൻ്റെ ഉള്ളിലുണ്ട്. CPIയെ മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിനെ കൂടി വിഴുങ്ങിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം UDFന് അല്ലെങ്കിൽ വി ഡി സതീശന്, UDFന് മൊത്തത്തിലുണ്ടോ എന്നറിയില്ല, വി ഡി സതീശന് പക്ഷേ ആ ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, CPI എന്ന് പറയുന്ന പാർട്ടി നിലനിൽക്കുന്നത് CPMൻ്റെ വോട്ട് കൊണ്ടാണ്. അല്ലാതെ CPIക്കാരുള്ളത് കൊണ്ടല്ല CPM നിലനിൽക്കുന്നത്. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ പല ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPIക്കാരായിട്ടുള്ള ആൾക്കാരല്ല MLA ആകുന്നതോ മന്ത്രിയാകുന്നതോ ഒക്കെ അവിടെ CPM പ്രവർത്തകർ അക്ഷീണം പരിശ്രമിക്കുന്നത് കൊണ്ടും അവരുടെ വോട്ടുകൾ കൊണ്ടുമാണ്. അല്ലാതെ ഒരു വിരലിലെണ്ണാവുന്നത്രയും CPIക്കാരെ കൊണ്ട് ഒരിക്കലും ഒരു പാർട്ടിയെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നഗ്നസത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി CPI UDFിലേക്ക് ചേക്കേറിയെന്നിരിക്കട്ടെ. ഈ പറയുന്ന പരമ്പരാഗതമായി കമ്മ്യൂണിസത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വിഭാഗം CPI പ്രവർത്തകരുണ്ട്. ഇവർക്കൊക്കെ അടുത്ത ഒരു ചേക്കേറ്റം ഉണ്ടെന്നേ. അത് BJPയിലേക്കല്ല അവർ പോവുക, അവർ നേരെ CPMലേക്ക് ചേക്കേറും. അത് സ്വാഭാവികമായി അത് പ്രത്യയശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. അല്ലെങ്കിൽ അവർക്ക് അത് തന്നെയാണ് ആഗ്രഹവും. CPIയിൽ നിൽക്കുന്നുണ്ട് എന്താണ് ഗുണം? അതിലാകപ്പാടെ എണ്ണിച്ചുട്ടപ്പം പോലെ 3-4 പേര് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വളരാൻ അനുയോജ്യമായ മണ്ണായി CPMനെ CPIക്കാർ കാണുകയും ചെയ്യും. അതായത് മുൻ CPI പ്രവർത്തകർ കാണുകയും ചെയ്യും. സ്വാഭാവികമെന്നോണം അവർ CPMലേക്ക് ചേക്കേറും. അതുകൊണ്ട് അടിത്തറ വിപുലീകരണം ഉണ്ടാകാൻ പോകുന്നത് അപ്പോഴും CPMന് തന്നെയാണ് ഗുണം. പിന്നെ അടിത്തറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസ്സിന് ധൈര്യമായിട്ട് പറയാൻ പറ്റൂ, ഒരു 50 സീറ്റ് ഞങ്ങൾക്ക് കേരളത്തിൽ കണ്ണടച്ചുകൊണ്ട് കിട്ടുമെന്ന് പറയാൻ കഴിയുമോ? അതിനുള്ള തൻ്റെ ഇടം കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? ഇല്ല. അപ്പോഴും 10-20 കിട്ടിയാൽ കിട്ടി എന്ന് പറയുന്ന അവസ്ഥ. ഏറി വന്നാൽ ഒരു 25. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ഇല്ല. സീറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ പരമ്പരാഗതമായുള്ള വോട്ട് ബാങ്കുകളുണ്ടല്ലോ, അതില്ല. അതേസമയം CPM അങ്ങനെയല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് പറയാൻ കഴിയും, ഒരു മിനിമം ഒരു 50 എണ്ണമെങ്കിലും CPMന് പറയാൻ കഴിയും. ഞങ്ങൾ ഉറപ്പായി ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലങ്ങൾ ഇതൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ CPMനെ കൊണ്ട് സാധിക്കും. അപ്പോഴും അടിത്തറ ഇളകിയിരിക്കുന്നത് CPMനല്ല, കോൺഗ്രസിനാണ്. ഇനി ഈ CPM വിചാരിച്ചാൽ ലീഗിനെ അടർത്തി മാറ്റാൻ കഴിയും. സിമ്പിളായി നടക്കുന്ന കാര്യമുള്ളൂ. അതൊക്കെ അങ്ങനെയും സാധിക്കാം. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും വിഷയത്തിൽ എപ്പോഴും ലീഗ് പ്രതികരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ്, അല്ലാതെ ഒരു ഹാർഡായിട്ടുള്ള പ്രതികരണമൊന്നുമില്ല. ഇപ്പം PMSലാം അങ്ങനെ വളരെ ഹാർഡായിട്ട് പ്രതികരിച്ചപ്പോൾ അതിനെ കൂച്ചുവിലങ്ങിടാൻ ലീഗിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ചില എവിടേക്കോ ചിലപ്പോൾ ഒരു മാറ്റം സംഭവിച്ചേക്കാം. അപ്പോൾ ഇതൊന്നും നമുക്ക് മുന്നണി ബന്ധത്തിന് തടസ്സം ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചിട്ട് കൂടി ആകാം ചാൻസ്. അതാണ് പറയുന്നത്. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ UDF ആകെ മൊത്തം മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ വീരവാദം മുഴക്കാൻ വി ഡി സതീശനെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടും സാധിക്കില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഇനി ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സർക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ വയനാട് പറയുന്ന രാഷ്ട്രീയം എന്താണ്? വയനാട് ഇപ്പോൾ ആർക്കൊപ്പം നിൽക്കണം? ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ മുസ്ലിം ലീഗിന് ശക്തമായ ഒരു അടിത്തറയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വയനാട് ഈ പറയുന്ന UDFനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ്സുകാർക്കും പൊതുവെയുള്ളൊരു അഭിപ്രായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലുള്ള നേതാക്കന്മാരെയും വയനാട്ടിലുള്ള ജനപ്രതിനിധികൾ അല്ലാത്ത കുറേയധികം സാധാരണക്കാരുണ്ടല്ലോ, സാധാരണ പ്രവർത്തകർ, അവരെയെല്ലാം രണ്ടാം കിട കണ്ണുകൊണ്ടാണ് കാണുന്നത്.
എന്നുവെച്ചാൽ രണ്ടാം നിരക്കാരാണ് അവരെല്ലാവരും. പലപ്പോഴും അവിടേക്ക് എത്തിപ്പെടുന്നില്ല. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പോലും അവിടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ അവിടുത്തെ പ്രവർത്തകരെ വേണ്ടും വിധം മുന്നിലേക്ക് കൊണ്ടുവരാനോ ശ്രമിക്കുന്നില്ല. നമുക്കറിയാം ഏറ്റവും അധികം ഈ രാഷ്ട്രീയ ആത്മഹത്യകൾ, നമുക്കറിയാം കുടുംബ പ്രശ്നം കാരണം ആത്മഹത്യ ചെയ്യാം, ചിലർ അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്യാം. എന്നാൽ രാഷ്ട്രീയ വിഷയത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കും. അതാണ് രാഷ്ട്രീയ ആത്മഹത്യ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ആത്മഹത്യകൾ നടന്ന ഒരു ജില്ലയാണ് ഏത്? വയനാട്. അപ്പോൾ വയനാട്ടിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തവർ LDFകാരാണോ? അല്ല, അതെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണ്. NM വിജയനെ മറക്കാൻ നമുക്ക് കഴിയില്ല. ഈ അടുത്ത സമയത്ത് അവിടുത്തെ ND അപ്പച്ചനുമായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ കാരണം ഒരാൾ കൂടി ആത്മഹത്യ ചെയ്യുന്നു. ഏകദേശം 5ഓളം ആളുകളാണ് വയനാട് എന്ന് പറയുന്ന ആ ജില്ലയിൽ, ആ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ആത്മഹത്യ ചെയ്തവർ. അപ്പോൾ വയനാട് പറയുന്ന രാഷ്ട്രീയം എന്താണ്? അവിടെ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് കടന്ന് ചിന്തിച്ചാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ സണ്ണി ജോസഫിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വീട് വെക്കാത്തതെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് അത് വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കും, അതായത് DCC തീരുമാനിക്കും എന്നാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവർ ആ ജനത്തോട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് പാവപ്പെട്ടവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ കോൺഗ്രസ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലാകുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇവിടെ കേരളത്തിൽ പ്രഖ്യാപനം നടത്തിയത് KPCC ആണ്. ഞങ്ങൾ അവിടെ വീട് വെച്ച് കൊടുക്കും, 100 വീട് ഞങ്ങൾ വെച്ച് കൊടുക്കുമെന്ന് KPCC ആണ് പ്രഖ്യാപിച്ചത്. അവിടെ ഉണ്ടായിരുന്ന മുൻ MP രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞു ഞാനവിടെ 100 വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് അപ്പോഴേക്ക് ഇവിടെ DYFIക്കാർ 25 വീട് പറഞ്ഞപ്പോൾ ഞങ്ങൾ 30 വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു ഇവിടെ യൂത്ത് കോൺഗ്രസ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 100 വീട് എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗറിൽ എത്തിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം 230 വീടുകളാണ് വയനാട്ടിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അതിൻ്റെ MPയും കൂടെ ചേർന്ന് വെച്ചു കൊടുക്കേണ്ടിയിരുന്നത്. എന്നിട്ടോ എന്തായി? ഇവിടെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിനെതിരായി വിമർശനം ഉന്നയിക്കുക മാത്രമായിരുന്നല്ലോ, വസ്തുതകൾ അറിയാതെ അല്ലേ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. വസ്തുതകളെക്കുറിച്ച് അവർക്ക് യാതൊരു പിടിയില്ല. അവിടെ ഇത്രയും പണം എങ്ങനെ ചിലവാകുന്നു, അയ്യോ അത്രയൊന്നും പൈസയുടെ ആവശ്യമില്ല. എന്നാൽ എന്താണ് ആ വീടിൻ്റെ സ്ട്രക്ചർ, എന്തെല്ലാം സാധനങ്ങളാണ് ആ വീടിന് ഉപയോഗിക്കുന്നത്, അതല്ല ലോക്കൽ സാധനങ്ങളാണോ അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ വില കൂടിയതാണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളതാണോ? ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും ചർച്ച ഈ UDFകാർ നടത്തിയോ? ഇല്ല. പകരം ഈ പണം അനാവശ്യമായി വിനിയോഗിക്കുകയാണ്, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കമ്മീഷനായി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കാൻ മാത്രമേ UDFന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴും വയനാട് നിവാസികളുടെ കാര്യത്തിൽ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം ഊർജിതമായി ഫണ്ട് സുതാര്യമായി പിരിവ് നടത്താനോ അല്ലെങ്കിൽ ചലഞ്ചുകൾ വഴി എത്തിയിട്ടുള്ള പണം ഏകദേശം 32ഓളം വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികൾ മാത്രമാണ് അതായത് നമുക്കറിയാമല്ലോ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് പണം ഇത്ര കോടി രൂപ ഞങ്ങൾക്കൊരു മണ്ഡലത്തിൽ നിന്ന് കിട്ടണം, അത് തരാത്തവരെ ഞങ്ങൾ എന്ത് ചെയ്യും, പുറത്താക്കും, അതായത് അവരുടെ ഇത് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് ഔദ്യോഗിക ഭാരവാഹികളെ അവിടെ നിന്ന് ഒഴിവാക്കും, സസ്പെൻഡ് ചെയ്യും. എന്നാൽ അതിൽ നടപടി ഉണ്ടായത് വെറും 32 നിയോജക മണ്ഡലങ്ങളിൽ അല്ലെ മണ്ഡലം കമ്മിറ്റികൾക്ക് മാത്രമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ള 140-ൽ 32 പോകെ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പണം പിരിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം. രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്ക് പ്രകാരം പറഞ്ഞ് 80 ലക്ഷം രൂപ എന്ന് പറയുകയും പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ വന്നിരുന്നുകൊണ്ട് പറയുന്നു 1,05,00,000 രൂപയുണ്ട് എന്നും പറയുന്നു. അതിൽ 5 ലക്ഷം രൂപ എന്തോ പ്രവർത്തക ഫണ്ടാണ്. എന്നിട്ട് വീട് വെക്കുന്നതിന് എന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ? വർഷം ഒന്ന് കഴിയാൻ പോകുന്നു, സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല. സർക്കാർ എന്നാ ചോദിക്കും, സർക്കാർ ഇത്ര കാലം എന്ത് ചെയ്തു? സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നു, അതിൻ്റെ പേരിലുള്ള നിയമപ്രശ്നം, അതിൽ ഇത്ര രൂപ കെട്ടിവെക്കുന്നു, അത് കെട്ടിവെച്ച് സർക്കാർ കൃത്യമായി നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. ഡിസംബറോടുകൂടി ടൗൺഷിപ്പിന് വേണ്ട ആ കാര്യങ്ങൾ, അതായത് വീടുകൾ കൈമാറ്റം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നാളിതുവരെയായി എന്തെങ്കിലും 1 രൂപ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാൻ കോൺഗ്രസ്സിലുള്ള ഏതെങ്കിലും ഒരു നേതാവിന് കഴിഞ്ഞോ? അതേസമയം മറിയക്കുട്ടി ചേട്ടത്തിക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു. ഏറ്റവും അവസാനം മറിയക്കുട്ടി എന്ത് ചെയ്തു? നേരെ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു, അടിമാലിയിലെ മറ്റോ. അപ്പോൾ അങ്ങനെ അവർക്കൊരു നീക്കുപോക്ക് നടത്താൻ കഴിഞ്ഞു. അപ്പോഴും വഞ്ചിച്ചത് പൊതുജനത്തെയാണ്. ആര്? UDF. പച്ചയ്ക്ക് പറഞ്ഞ പൊതുജനത്തെയാണ്, ആ പാവപ്പെട്ട ജനങ്ങളെയാണ്. അവർക്ക് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇത്ര വീട് വെച്ച് തരും, എന്നിട്ട് ഇപ്പോൾ പറയുന്നു ആ ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ആദ്യം പറഞ്ഞ് KPCC വീട് വെച്ച് കൊടുക്കും, രാഹുൽ ഗാന്ധി പറയുന്നു. ഇതൊക്കെ വെറും വാചകങ്ങൾ മാത്രമാണെന്നേ, വാഗ്ദാനങ്ങൾ മാത്രമായി ചുരുങ്ങുന്നു.
ഈ വാഗ്ദാനങ്ങൾ പറയുന്ന അല്ലെ വെറും വാഗ്ദാനം മാത്രം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഈ ഒരു മുന്നണിയെ നമ്മൾ എന്ത് വിശ്വസിച്ച് അടുത്ത തവണ ഭരണം ഏൽപ്പിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് വിശ്വസിച്ചുകൊണ്ട്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾ മന്ത്രിയായി കഴിയുമ്പോൾ ഈ കേരളത്തിൽ സംഭവിക്കാനിടയുള്ള എന്തെല്ലാം പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ. നമ്മളിതൊക്കെ ചിന്തിച്ച് നിന്നിട്ട് വേണം എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത്. എന്നിട്ടും വി ഡി സതീശൻ്റെ കോൺഫിഡൻസിനൊട്ടും കുറവില്ല. ഇവിടെ എന്താ പറയുക, ഇവിടെ LDFൻ്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഈ കോൺഗ്രസ് എമ്മിലേക്ക് ആൾക്കാർ കൂട്ടത്തോടെ വന്ന് കയറുന്നു. കോൺഗ്രസിലേക്ക് ആൾക്കാർ ഈ മുന്നണിയുടെ ബന്ധം ഭാഗമാകാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം ഏറ്റുമാനൂർ സംഭവിക്കുന്നത്. കോട്ടയത്ത് എന്താണ് സംഭവിക്കുക നമുക്കറിയാം. കോട്ടയത്ത് 20ഓളം ആൾക്കാർ ഏറ്റുമാനൂരിൽ നിന്ന് തന്നെ കോൺഗ്രസ് എമ്മിലേക്ക്, കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് എമ്മിലേക്ക് ചേക്കേറി. അപ്പോൾ അവിടെ അടിത്തറ ബലപ്പെട്ടത് LDFൻ്റെ അല്ലേ. ഇനിയും പാലായിൽ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ജോസ് കെ മാണി പാലായിൽ നിൽക്കുന്നു. ഇപ്പോൾ KDPയുടെ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ അവിടെയുള്ളത്. KDPയുടെ ഒരു നേതാവാണ്. ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മാണി സി കാപ്പൻ. പഴയ സിനിമാ പ്രവർത്തനം, വോളിബോൾ താരമൊക്കെ ആയിരുന്ന ഒരാൾ. അപ്പം ആ കക്ഷിക്കാരനെ ഇനി അവിടെ ജോസ് കെ മാണിക്ക് ഈസിയായിട്ട് പൊട്ടിക്കാൻ കഴിയും, ഈസിയായിട്ട് തോറ്റ് തുന്നം പാടിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബലമുണ്ടായി. കോൺഗ്രസിൻ്റെ അവിടെ നിന്നുള്ള കുറേയധികം ആളുകൾ വരുന്നു. ഇനി ഞങ്ങൾക്ക് ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു. LDFൻ്റെ ഭാഗമായി മാറുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അതുവരെ അവർക്കുണ്ടായിരുന്ന ഒരു മന്ത്രിയെ അവർക്ക് നഷ്ടപ്പെട്ടു. അതുവരെ അവർക്ക് മന്ത്രി ഉണ്ടായിരുന്നു, അത് KM മാണി ഉണ്ടായിരുന്നു. മന്ത്രി ഇല്ലാതെ പോയ 5-6 വർഷക്കാലമാണ്. നോക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിനോട് അവർക്ക് താല്പര്യമില്ല പാലാക്കാർക്ക്. അതുകൊണ്ട് ജോസ് കെ മാണി വിജയിച്ചാൽ, പാലായിൽ നിന്ന് ജോസ് കെ മാണി വിജയിച്ചാൽ ഉറപ്പായും ജോസ് കെ മാണിക്കൊരു മന്ത്രിസ്ഥാനം സംസ്ഥാന സർക്കാരിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ LDFിലുണ്ടായിരിക്കും. ഇത് കൃത്യമായി ജോസ് കെ മാണിക്കറിയാം, കൃത്യമായിട്ട് ജോസ് കെ മാണിക്കറിയാം. അപ്പോൾ ഇനി എത്ര ചർച്ചകൾ നടത്തിയാലും ശരി, കാര്യം UDF തറപറ്റി നിൽക്കുന്ന ഒരു മുന്നണിയാണ് എന്നുള്ള കാര്യം കൃത്യമായി ജോസ് കെ മാണിക്കും അറിയാം. അങ്ങനെ ആത്മഹത്യാപരമായ തീരുമാനം ജോസ് കെ മാണി എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അവിടെയും ആകപ്പാടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിമ്മലക്സ് എന്ന് പറയുന്ന അതിരമ്പുഴയിൽ ഒരു വിമതം മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ്, ഇതേപോലെ ഒരു നടപടി കാണിച്ചതിൻ്റെ പുറത്ത്. അന്ന് 14,000 വോട്ടുകൾ പിടിച്ചു മാറ്റിയ ആ ജിമ്മലക്സിന് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൊണ്ട് അവിടെ ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു. അതിൽ മനം നൊന്നിട്ട്, അല്ലെങ്കിൽ ആ സീറ്റ് ഇത്തവണയും തനിക്ക് നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അതീവ വിശ്വസനായും ഉമ്മൻചാണ്ടിയുടെ അനുയായിയും ഒക്കെയായി പ്രവർത്തിച്ചുകൊണ്ട് ജിമ്മലക്സ് എന്ന് പറയുന്ന ആ നേതാവ് നേരെ ചാടി കോൺഗ്രസ് എമ്മിലേക്ക് ശക്തിപ്പെട്ടോ. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ, ജിമ്മലക്സിനോടൊപ്പം തന്നെ എത്ര പേര് അങ്ങോട്ടേക്ക് മറിയാൻ സാധ്യതയുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയെല്ലാം കോൺഗ്രസ് പാർട്ടി സത്യത്തിൽ അതിൻ്റെ ചുവടിലുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, വയനാട്ടിലെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ അടിയുറച്ചിരുന്നുകൊണ്ട് വി ഡി സതീശൻ വേണമെന്നുണ്ടെങ്കിൽ എത്ര ഗീർവാണങ്ങൾ വേണമെങ്കിലും പറയാം. വി ഡി സതീശൻ്റെ നിലനിൽപ്പ് തന്നെ ആകപ്പാട് അവതളത്തിലല്ലേ. വി ഡി സതീശന് തന്നെ നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയില്ലേ. ഇപ്പോൾ PV അൻവർ വിഷയത്തിൽ തന്നെ വി ഡി സതീശന് PV അൻവറിനെ വേണം. ഒരു കാലഘട്ടത്തിൽ വി ഡി സതീശന് PV അൻവറിനെ വേണ്ട, ആ വാതിൽ അടച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരാളാണ് വി ഡി സതീശൻ. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ അസോസിയേറ്റ് അംഗമായി ഇവിടെ PV അൻവറിനെ വേണം. നിലപാടില്ല, അതുതന്നെയാണ് പ്രശ്നം. കാരണം എന്താണ്? വി ഡി സതീശന് കൃത്യമായി അറിയാം ഇവിടെ UDF എന്ന് പറയുന്ന മുന്നണിക്ക് വലിയ തട്ടുകേടുണ്ട്. അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന് വി ഡി സതീശന് നന്നായി അറിയാം. ആ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആരെ ഞങ്ങൾക്കൊപ്പം കൂട്ടാൻ സാധിക്കുമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അടച്ച ആ വാതിൽ വീണ്ടും തുറന്നിരുന്നത്. അപ്പോഴേക്കും മറ്റുള്ളവർ തിരിഞ്ഞുകൊണ്ട് വി ഡി സതീശനോട് പറഞ്ഞ് നടപ്പുള്ള കാര്യമല്ല, പലർക്കും താല്പര്യമില്ല ഈ കാര്യത്തിൽ, അതുകൊണ്ട് PV അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കി കൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴത്തെ KPCC അധ്യക്ഷനടക്കം വി ഡി സതീശനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? വി ഡി സതീശൻ കഴമ്പില്ലാത്ത ഒരാളാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇതേ വി ഡി സതീശൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നു 2016-ലും 2021-ലും ഉണ്ടായിരുന്ന UDF അല്ല ഇപ്പോഴുള്ള UDF എന്ന് പറയുന്നു. അത് ധ്വനികളുണ്ട്. എന്താണ് ആ ധ്വനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അത് ചൂണ്ടുന്നത് ഒന്ന് ഉമ്മൻചാണ്ടി മോശക്കാരനായിരുന്നു എന്ന് തന്നെയാണ്, രണ്ടാമത് രമേശ് ചെന്നിത്തല മോശക്കാരനായിരുന്നു എന്ന് തന്നെയാണ്. കാര്യം എന്താണ്? ആ 2 കാലഘട്ടത്തിലും അവർ ഉയർത്തിക്കാണിച്ചിരുന്ന മുഖങ്ങൾ, അതായത് 2016-ലെ തെരഞ്ഞെടുപ്പിലെ മുഖവും ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു, 2021-ൽ ചൂണ്ടിക്കാണിച്ചിരുന്ന മുഖം രമേശ് ചെന്നിത്തലയായിരുന്നു. ഈ 2 മുഖങ്ങളും മോശമായിരുന്നു, ഈ 2 പേരുടെയും പ്രവർത്തനം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലെല്ലാം UDF വല്ലാണ്ട് തകർന്നടിഞ്ഞു എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് UDF ശക്തമായ നിലയിലാണ് എന്ന് തന്നെയാണ്. പക്ഷെ അല്ല, അങ്ങനെയേ അല്ല. വയനാട് എന്ന് പറയുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ കിടക്കുന്നു. അതേസമയം അവിടെയുള്ള
IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ കോടികളുണ്ടാക്കുന്നു. IC ബാലകൃഷ്ണൻ അറിയാമല്ലോ, നമുക്ക് NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ്. ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു MLA അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹവും കഴമ്പില്ലാത്ത ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റുകാരനാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥിതിവിശേഷങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും നമുക്ക് പറയാൻ കഴിയുമോ CPM-ൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയി എന്ന്? CPM തകർന്ന് നാശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എല്ലാം UDF-ന് സംഭവിച്ച പാകപ്പിഴകളാണ്. UDF ആണ് ശരിക്കും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്തത്രയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്ത അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതേസമയം CPM അവരുടെ ഘടകകക്ഷികളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാനും ആ ഘടകകക്ഷികളെ മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ട രാഷ്ട്രീയ തന്ത്രം മെനയാനും അതോടൊപ്പം ഇവിടുത്തെ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒപ്പം നിർത്താൻ വേണ്ട കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ചെയ്യാനും ഇടതുപക്ഷത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.